ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബേബി ജോസഫ്. ഒരു മുറുക്കിൻ്റെ വീഡിയോ എടുക്കാനാണ് വിചാരിക്കുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ഞാൻ 2 കപ്പ് അരിപ്പൊടിക്കാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1 കപ്പ് തേങ്ങയുണ്ട്, ഒരു 10-15 ചുവന്നുള്ളി ഉണ്ട്, 1 ടീസ്പൂണ് നല്ല ജീരകമുണ്ട്, പിന്നെ 1/2 കപ്പാണ് ഉഴുന്നെടുത്തുള്ളത്. അത് കഴുകി വാര വെച്ചിട്ടുണ്ട്, അത് വറുക്കണം. പിന്നെ ഉപ്പ് പാകത്തിന്, എണ്ണ, ഇത്രയുള്ള ഇൻഗ്രീഡിയൻസ്. ഞാനൊരു 5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത് തിളയ്ക്കുന്നതോട് കൂടി ഈ 3 ഐറ്റംസ്, തേങ്ങ, നല്ല ജീരകം, ചുവന്നുള്ളി, ഇത് മുഴുവൻ ചതച്ചിട്ട് ഞാൻ ആ വെള്ളം തിളയ്ക്കുന്നതിലേക്ക് ഇടുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ എനിക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഞാനിത് 3 കൂടി തേങ്ങയും ചെറിയ ഉള്ളിയും നല്ല ജീരകവും കൂടിയിട്ട് ചതക്കാണ്. വെള്ളം തിളപ്പിക്കാൻ വിചാരിക്കുക. തേങ്ങയും നല്ല ജീരകവും ഉള്ളിയും കൂടി ചതച്ചത് ഇടുന്നുണ്ട്. ഇത് നന്നായി തിളയ്ക്കണം. ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ പൊടി നനച്ചെടുക്കുക, അതുകൊണ്ടാണ് കുഴച്ചെടുക്കുക. പിന്നെ ഈ അടുപ്പിൽ ഞാൻ ഉഴുന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പൊടിച്ച് ചേർക്കണം. ഇത് കഴുകി വെള്ളം വേറെ വെച്ചുള്ളതാണ്. തേങ്ങ ഞാൻ വെള്ളത്തിലിട്ടുള്ളത് 1 കപ്പ് തേങ്ങയാണ് ചതയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വെള്ളത്തിലേക്ക് വേണ്ട ഉപ്പും ചേർക്കണം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി തിളച്ച് കഴിയുമ്പോൾ അടുത്ത ബാക്കി വേണമെങ്കിൽ ഉപ്പ് ചേർക്കണം. ഇതൊന്ന് ചുമക്ക വറുക്കണം. ഈ പൊടി ഇട്ടു. പൊടിയിലേക്ക് ഞാൻ ഈ വെള്ളം ഒഴിക്കുകയാണ്. പകുതി വെള്ളം ഒഴിച്ചോട്ടെ. ഉഴുന്ന് നമ്മൾ ചുമക്ക വറുത്ത് കഴിഞ്ഞു. അത് ചൂടാറി. ഇനി നമുക്കത് പൊടിക്കാം. ഇനി നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കി തുടങ്ങാം. മുറുക്കുണ്ടാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതേപോലെ എല്ലാതും ഉണ്ടാക്കി വെച്ചതിന് ശേഷം വറുക്കാം. കുറച്ച് എണ്ണ ഉണ്ടാക്കി വെക്കട്ടെ. ഞാൻ ഈ 2 കപ്പ് കൊണ്ട് 35 മുറുക്കുണ്ടാക്കി വെച്ചു. ഇനി നമ്മൾ അത് വറുത്തെടുക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. നമ്മുടെ വീട്ടിലൊക്കെ വെളിച്ചെണ്ണയിൽ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരു ചടങ്ങുണ്ട്. ഒരു കുരിശ് പോലെ ആദ്യം വരച്ച് ഉണ്ടാക്കിയിടും. അത് മൊരിഞ്ഞ് വരുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ മുറുക്കുകളായാലും കുഴലപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കുറച്ച് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാം നമുക്ക് മൊരിച്ചെടുക്കണ പണിയല്ലോ. അധികം ഉണ്ടാക്കി വെച്ചെങ്കിൽ പിന്നെ കുറച്ച് അടുത്തൊരാൾ വേറൊരാൾ ഉണ്ടാക്കി തന്ന് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. നമുക്ക് ഒരു ഭാഗം ആയി. ഇനി മറ്റേ ഭാഗം മറിച്ചിടാറായി. മറിച്ചിടാം. മറിച്ചിടുന്ന സമയത്ത് ഞാൻ ഇടാറായപ്പോൾ എല്ലാതും കൂടി നീങ്ങി ഒരെണ്ണത്തും കൂടി സ്പേസ് കിട്ടി. അപ്പം ഞാൻ നടുക്ക് ഒരെണ്ണം കൂടി എടുത്തിട്ടു. നടുക്കലത്തെ ഞാൻ ഇപ്പം തന്നെ ഇട്ടതാ മറിച്ചിടാറായ സമയത്ത്. ഇനി നമുക്കതൊന്ന് ഒന്നും കൂടി ചുമക്ക കളറാകുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ.
ഇത് ഈ കളറായാൽ മതി. അപ്പം നമുക്ക് എടുക്കാം. ഇനി ഇതിന്ന് ഒന്നും കൂടി ചുമക്കും. അപ്പം നമ്മൾ മേടിക്കണ മുറുക്കിൻ്റെ അതേ കളറിൽ വരും. ഞാൻ മുറുക്കുണ്ടാക്കി 35 കിട്ടിയിട്ടുണ്ട്. അതിൽ 10 കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണുള്ളൂ. ഇത്രയും ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നന്നായിട്ടുണ്ട്. എനിക്ക് വെള്ളം 5 കപ്പ് ഞാൻ വെച്ചെങ്കിലും 3 കപ്പ് വെള്ളം ആവശ്യം വന്നുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നന്നായിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.